അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഞാനിപ്പോ കയ്യോടെ കാണിച്ചു തരാം. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉയർന്ന പെൻഷൻ ലഭിക്കുന്നത് ഈ കേരളത്തിലാണ്. 60 ലക്ഷം പേർക്കാണ്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. നമ്മുടെ ഈ സ്പീച്ചിന്റെ തുടക്കത്തിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റിന്റെ സാറ് പറഞ്ഞു എല്ലാവർക്കും പെൻഷൻ കിട്ടുന്നുണ്ട് എന്നൊക്കെ. 13 മാസമായി ഇവിടെ 7 മാസം ബാക്കിലേക്ക് പോയി, നീ ബസിന്റെ ബാക്കിലേക്ക് സദ്യ നടക്കണ്ട. ഞാൻ 7 മാസം 13 മാസമായി കെട്ടിട നിർമ്മാണം ഉള്ളവർക്ക് കെട്ടിട നിർമ്മാണം. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? അവർ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള 13 മാസത്തെ കാര്യം പറഞ്ഞത്. ഇവിടെ നാറ്റിക്കോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. പറഞ്ഞോ? സപ്ലൈകോല് സപ്ലൈകോ വെറും വെള്ള തുണിയിട്ടിട്ട് മൂടിയിരിക്കുക. എന്താ ഉറക്കം വരുന്നു. വെറും വെള്ള തുണി. ഫോട്ടോ എടുത്താ കുറ്റമാണ്. ഫോട്ടോ എടുത്താ കുറ്റം. സാധനങ്ങളില്ല. ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. വെള്ള തുണിയിട്ട് മൂടിയിരിക്കുക. എന്നിട്ട് പാവങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും തട്ടിക്കളിക്കാൻ. ലാവലിന് ഇവിടെ അവിടെ അമ്പലം കെട്ടിപ്പണിയ, അതിന്റെ മേലെ കൂടി പള്ളി കെട്ടിപ്പണിയ. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? അങ്ങോട്ടും ഇവിടെ BJPയും കമ്മ്യൂണിസ്റ്റും കൂടി തട്ടിക്കളിക്കുക. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. ഇതിനെന്നാ ഒരു പ്രശ്നത്തിനൊരു ഇത് കണ്ടുകൊണ്ട് ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യില്ല, അതാണ് പറയുന്നത്. വോട്ട് ചെയ്യില്ല. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. BJPക്കും വോട്ട് ചെയ്യില്ല. BJPക്ക് വോട്ട് ചെയ്യില്ല. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്.